ഹായ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇതേപോലെ കുനുകുനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ്, പിന്നെ പാല്, പഞ്ചസാര, കശുവണ്ടി. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമുള്ള എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. കശുവണ്ടി എത്ര കൂടുന്ന അത്രയും ഇതിൻ്റെ ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കശുവണ്ടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, മോളാണ്. അപ്പോൾ അവളൊരു വീഡിയോയിൽ കണ്ടപ്പോൾ അവൾക്കത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഉണ്ടാക്കാൻ കയറിയതാണ്. ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു 3 വലിയ ക്യാരറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ നെയ്യിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതേപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് അലുത്ത് ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് അതിന് ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 3 വലിയ കഷ്ണം ക്യാരറ്റിന് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ പാലും നമ്മുടെ ഈ ക്യാരറ്റും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വരണം. ഇതേപോലെ അല്ല, ഇതിലും ഒന്നുകൂടി നല്ല കട്ടിയാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. മധുരം ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാലൊക്കെ വറ്റി നമ്മുടെ ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം, അതാണ് നമുക്കിതിൻ്റെ ഒരു റെഡിയായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനതിലേക്ക് കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്കിത് പാത്രത്തിൽ നിന്ന് ഏകദേശം നല്ല രീതിയിൽ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഇങ്ങനെ ഈ ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതിലും ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റി കൊടുക്കുകയാണ്. ചെറിയ ഒരു ചൂടോടുകൂടിയാണ് കേട്ടോ ഇത് മാറ്റി കൊടുക്കുന്നത്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നല്ല ഒരു കട്ടിയോടുകൂടിയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇതാ നമ്മളിതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരു വാനിലയുടെ ഒരു ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് കഴിച്ചു നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചച്ചൊവയോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.